നീ എന്നെ എത്ര അവോയ്ഡ് ചെയ്താലും നിന്റെ പുറകെ തന്നെ നടക്കും. ഞാൻ എത്ര നാളായി പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ഒന്ന് സ്നേഹിച്ചൂടെ എന്നെ? ആരോടാടി ഒറ്റയ്ക്ക് ഇരുന്ന് വർത്താനം പറയുന്നേ? മേളീന്ന്. മേളിലാരാ? ദൈവത്തിനോട് വർത്താനം പറഞ്ഞതാ. ആണോ? എന്താ ഇത്ര പറയാ? ദൈവത്തിന് എന്നോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വല്ല കോടീശ്വരന്റെ മോളായിട്ട് ജനിച്ചിരുന്നു. ഇട്ടുകൊടുക്കാനും തിന്നാനൊക്കെ എന്റെ മോക്ക് കിട്ടുന്നുണ്ടാ? ഉണ്ട്. അത് കിട്ടാത്ത മക്കൾ ഒരുപാടുണ്ട്. അപ്പൊ ദൈവത്തിനോട് നന്ദി പറയണം. ഞാൻ പറയത്തില്ല നന്ദിയൊന്നും. എന്റെ ഒരാഗ്രഹം ദൈവം സാധിച്ചു തരാറില്ല. എടി താൻ പാതി ദൈവം പാതിന്നാ. അത് നീ കേട്ടിട്ടുണ്ടാ? കേട്ടിട്ടുണ്ടാ? അപ്പൊ നീ കുറച്ച് പരിശ്രമിക്കണം. ബാക്കി ദൈവം കഞ്ഞി തരും. എന്റെ അമ്മ, ഞാൻ പരിശ്രമിക്കുന്നുണ്ടമ്മ. ഞാൻ എത്ര നാളായി പുറകെ നടക്കുന്നതെന്ന് അറിയാവോ? ആരുടെ പുറകെ? അതന്നെയാ ഞാനും ചോദിക്കുന്നത്. ആരുടെ പുറകെ? ദൈവത്തിന്റെ പുറകെ. നീ എന്തെങ്കിലും ദുരാഗ്രഹങ്ങളായിരിക്കും സാധിപ്പിച്ചു തരാൻ ചോദിക്കുന്നത്. ദുരാഗ്രഹങ്ങളൊന്നുമല്ല. നല്ല നല്ല ഒന്നാന്തരം നല്ല പ്യുവറസ്റ്റ് ആയിട്ടുള്ള ആഗ്രഹങ്ങളാ. എന്നാ പിന്നെ എന്താ ആഗ്രഹം എന്നോട് പറ. കേക്കട്ടെ? ആന്നും പറയാൻ പറ്റില്ല. അല്ല പറ, എന്നോട് പറയാം. പറയടി. പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അന്ന് എന്നോട് പറയാൻ പറ്റാത്ത ഒരു ആഗ്രഹം? അത് പേരൻസ് അറിയാത്ത കുറെ ആഗ്രഹങ്ങൾ ഞങ്ങൾക്കുണ്ട്. സരിത പാര വെച്ചെന്ന് എല്ലാം കുളമാക്കി. കുളം തോടുന്ന കാര്യത്തിൽ സരിതപ്പച്ചി ബെസ്റ്റാ. എന്തോ ചെയ്യുമെന്ന് പറ. ആ രമേശിന് സ്ഥലം തരാന്ന് പറഞ്ഞതാ വഴി വീതി കൂട്ടാൻ. ഇപ്പൊ അമ്മ പറയാ തരത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ അമ്മക്കും പറഞ്ഞ വാക്കിന് വില എന്തെങ്കിലും ഉണ്ടാ? ഞാൻ എന്ത് വാക്കാടി പാലിക്കാത്തത്? അല്ല, നിങ്ങള് സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞല്ലോ അവനോട്. പറഞ്ഞു. ഇനി എന്ത് പറയും? ഇനി അത് അമ്മയുടെ സ്ഥലമാണ്, അമ്മയ്ക്ക് തരാൻ സൗകര്യം ഇല്ല എന്ന് പറയും. അതന്നെയാ ഞാനും പറഞ്ഞത്. നിങ്ങൾക്കും വിലയില്ല വാക്കിന്. എന്തോ കഷ്ടമായത്. ഒരു കാര്യം ചെയ്യാ, സരിതനെ നിങ്ങളുടെ ഭാഗത്ത് നിർത്തിക്ക്. എന്തൊക്കെ പറഞ്ഞിട്ട് ആ സാധനത്തിന് ഇനി എന്ത് പറഞ്ഞാ കൂടെ നിർത്തുന്നത്? അതെന്നോടാ ചോദിക്കുന്നേ? എടി അത് ഒരു വല്ലാത്ത ജന്മമാ. വളർത്താൻ വിളിച്ചാലും കൊല്ലാൻ വിളിച്ചാലും കീയോ കീയോ എന്ന് പറഞ്ഞോണ്ടിരിക്കും. അച്ഛ അങ്ങനെയല്ല അച്ഛാ. നമ്മൾ കഠിനമായി പരിശ്രമിച്ചു കഴിഞ്ഞാല് സരിതപ്പച്ചി വീഴും. അവിടെ വീണിരിക്കും. അങ്ങനെ കഠിനമായിട്ട് അങ്ങനെ പരിശ്രമിക്കുന്നു. അച്ഛാ, അപ്പച്ചിയുടെ ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ അച്ഛനൊരു സ്ഥാനം ഉണ്ടാവത്തില്ലേ? ഉണ്ടാവും. അപ്പോ അച്ഛൻ അപ്പച്ചിയുടെ പുറകെ നടന്ന് അപ്പച്ചിയോടുള്ള സ്നേഹം അച്ഛൻ തിരിച്ചറിയിപ്പിക്കണം. ഐഡിയ അത് കൊള്ളാം അല്ലേ? ഞാൻ ഒരു പണി ചെയ്യാം. ഇന്ന് തൊട്ട് അവളുടെ പുറകെ നടന്ന് അവളുടെ ഹൃദയത്തിലുള്ള എന്നോടുള്ള സ്നേഹം ഞാൻ പുറത്തു കൊണ്ടിരിക്കാം. കൊണ്ടുവച്ച ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇതെങ്കിലും നടക്കണേ ഭഗവാനെ. നോക്കിട്ട് വരാം. അന്നാ ഈ പിറകെ നടക്കേണ്ടത് പിറകെ നടന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ എന്താണ്ടായി? അത് അമ്മ ഇവിടെ ഇരുന്നേ ഞാൻ പറയാം. അല്ല, കാര്യം പറ. എന്നെ അങ്ങനെ അധികം ഇരുത്തണ്ട. പറ. അല്ല, എന്തായാലും അവര് സഹോദരനല്ലേ. അതുകൊണ്ട് അവർക്ക് എന്താ പറയാ, ഉള്ളിലൊരു സ്നേഹം ഉണ്ടാവുമല്ലോ. അങ്ങനെ പുറകെ നടന്ന് സ്നേഹം തിരിച്ചറിയിപ്പിക്കുന്നത്.